ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ആഷിഖ് സ്റ്റെന്നിയുടെ വീട്ടിലാണ്. ഈ ഒരു വിജയം ബുലന്റിനെ സംബന്ധിച്ച് ഒരു ഇരട്ടി മധുരം നൽകുന്നതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ആഷിഖിന്റെ അച്ഛൻ സ്റ്റെന്നി സാറ് നമ്മുടെ ബോട്ടണി അധ്യാപകനാണ്, പ്രൊഫസറാണ്. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ ഒരു അംഗം തന്നെയാണ് സ്റ്റെന്നി സാറ്. സാറിന്റെ മകനായ ആഷിഖ് സ്റ്റെന്നിക്ക് ഇത്രയും ഒരു ഉയർന്ന വിജയം നേടിയതിൽ അതിയായ സന്തോഷമുണ്ട് ഞങ്ങൾക്ക്. അപ്പോൾ ആ സന്തോഷം എല്ലാം കൂടെ പങ്കിടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ എല്ലാവരും ബ്രില്യൻറ്റ് ഫാമിലി ഒന്നടങ്കം ഇവിടെ വന്ന് ഡയറക്ടറൊക്കെ വന്ന് മോനുമായിട്ട് സംസാരിച്ച് ഒരു ചെറിയൊരു കേക്കൊക്കെ മുറിച്ച് മോനുമായിട്ട് അങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ആഷിഖ്, കൺഗ്രാറ്റുലേഷൻസ്. ഹൗ ഡു യു ഫീൽ? സന്തോഷം, വളരെ സന്തോഷം. ഞാൻ ബ്രില്യൻറ്റിൻ്റെ കൂടെ ഇപ്പം 2 year ആയിട്ട് ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാമിംഗ് പഠിക്കുകയായിരുന്നു. സോ ജെ അഡ്വാൻസ് എന്ന് പറയുന്ന ഒരു സാധാ എക്സാം പോലെ അല്ല, എന്ന് വെച്ചാൽ അത്യാവശ്യം ടഫാണ്, നല്ല ടഫാണ്. സോ അതിന് എഫേർട്ട് ടേക്കിംഗ് ആയിട്ട് തന്നെ വർക്ക് ചെയ്യേണ്ടി വന്നു. സോ 2 വർഷം എഫേർട്ട് ടേക്കിംഗ് ആയിരുന്നു. അപ്പം അത് കഴിഞ്ഞ് ഇപ്പൊ റിസൾട്ട് കിട്ടിയതിൽ നല്ല സന്തോഷമുണ്ട്, അതോടൊപ്പം തന്നെ ഒരു റിലീഫും ഉണ്ട്. ഓക്കെ, ഇത്രയും മാർക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു, ഇത്ര നല്ല റാങ്ക് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു? നല്ലൊരു റാങ്ക് പ്രതീക്ഷിച്ചായിരുന്നു. നമ്മുടെ ഈ ബുള്ളറ്റിൽ ഇപ്പൊ കോച്ചിങ് ഫൗണ്ടേഷൻ തൊട്ടുള്ള ഒരാളാണ്, ഫൗണ്ടേഷൻ തൊട്ട് ബുള്ളറ്റിലെ ഒരു കൂടെയുള്ള ബുള്ളറ്റിലെ ഒരു അംഗം തന്നെയാണ്. അപ്പോൾ ഫൗണ്ടേഷൻ പ്രോഗ്രാം ഉണ്ടായിരുന്നു, അങ്ങനെ ഒരുപാട് ഇപ്പം നാളായിട്ട് മോനെ ബുള്ളറ്റുമായിട്ട് ഭാഗമാണ്. അപ്പം ഇത്രയും വർഷത്തെ ഒരു എക്സ്പീരിയൻസ് വെച്ച് മോനെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്തായിരുന്നു? ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താണെന്ന് വെച്ചാൽ ലൈക്ക് അവർ അത്യാവശ്യം പെട്ടെന്ന് തന്നെ പോർഷൻസ് കവർ ചെയ്യാൻ നോക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് റിവിഷനും പിന്നെ ബാക്കി സമയം മുഴുവൻ എക്സാംസാണ്. നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞാൽ വളരെ ലാർജ് വെറൈറ്റിയിലെ ക്വസ്റ്റ്യൻസ് അവർ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. സോ പിന്നെ അതിൻ്റെ ഡിസ്കഷൻസ്, അതായത് എനിക്ക് അവരുടെ ഒരു ആ പോർഷൻസ് ഇച്ചിരി നേരത്തെ തീർത്തിട്ട് ബാക്കി സമയം റിവിഷനും പിന്നെ എക്സാംസ് അറ്റൻഡ് ചെയ്യാനും കൂടുതൽ സമയം തരുന്നതാണ്. അതെനിക്ക് ഏറ്റവും ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് തോന്നിയിട്ടുള്ളത്. അത് ശരിക്കും നല്ലൊരു ഫീച്ചർ, നല്ല ഫീച്ചറായിരുന്നു. അപ്പം നമ്മോടൊപ്പം ആഷിഖ് സ്റ്റെന്നി ഫാമിലി ഉണ്ട്. അതുപോലെ തന്നെ സ്റ്റെന്നി സാറിനെ നമ്മൾ പുതുതായി പരിചയപ്പെടേണ്ടതില്ല, നമ്മുടെ ബ്രില്യൻറ്റിലെ തന്നെ ഞങ്ങൾക്ക് ഏവർക്കും പ്രിയങ്കരനായ പ്രൊഫസറും കൂടിയാണ് സ്റ്റെന്നി സാറ്. അപ്പം എല്ലാവർക്കും സാർ നമസ്കാരം. സാറിന് എന്താണ് തോന്നുന്നത്? എനിക്കും സന്തോഷം തോന്നുന്നു. അപ്പോൾ എനിക്കും തോന്നുന്നു നമ്മുടെ ഒരു ടീം വർക്കിൻ്റെ വിജയമാണ്. പറഞ്ഞ പോലെ ടീം വർക്കിൻ്റെ വിജയമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആദ്യമായിട്ട് നമ്മുടെ ബ്രില്യൻറ്റിലെ ചുണക്കുട്ടികൾക്കെല്ലാം കൺഗ്രാജുലേഷൻ പറയുന്നു. ആഷിഖിനെ പോലെ തന്നെയാണ് ബാക്കി പിള്ളേരും എല്ലാം. അപ്പോൾ അവർക്ക് എല്ലാവർക്കും അവരുടെ എല്ലാം നല്ലൊരു എഫേർട്ടിൻ്റെ ഒരു റിഫ്ലക്ഷനാണ് നമ്മൾ കണ്ട റിസൾട്ട്. പിന്നെ നമ്മൾ എന്ത് എഫേർട്ട് എടുക്കുമ്പോൾ നമ്മൾ ബെസ്റ്റ് ടീമിൻ്റെ കൂടെ നിൽക്കണം. നമ്മൾ കളിക്കാൻ നല്ല ഗ്രൗണ്ട് വേണം. അപ്പോൾ ബ്രില്യൻറ്റിൻ്റെ കൂടെ നിന്നെന്നുള്ളതാണ് ആഷിഖിനെ ഈ ഒരു സ്റ്റേജിലേക്ക് വരാൻ സഹായിച്ചത്. പിന്നെ ഭയങ്കരമായിട്ട് ദൈവാനുഗ്രഹം, നല്ലോണം പ്രാർത്ഥിക്കുമായിരുന്നു, ദൈവാനുഗ്രഹമുണ്ട്. പിന്നെ ടീച്ചേഴ്സിൻ്റെ എല്ലാം നല്ല സപ്പോർട്ട്. പിന്നെ ആഷിഖ് പറഞ്ഞ പോലെ നമ്മൾ ബ്രില്യൻറ്റിൽ നിന്ന് കിട്ടുന്ന പരീക്ഷകൾ, അപ്പോൾ ആ പരീക്ഷകൾ എഴുതി കഴിയുമ്പം ആക്ച്വലി പരീക്ഷ എന്ന് പറഞ്ഞ പിന്നെ സില്ലിയാണ്. അതെ, നിരന്തരമായിട്ടുള്ള ഒരു എക്സാമിലൂടെ തന്നെയാണ് കടന്നു പോയി കഴിഞ്ഞാലാണ് ഈ ജെ അഡ്വാൻസ് വരെ എത്തി നിൽക്കുന്നത് അല്ലേ. ഓരോ പരീക്ഷ കഴിയുമ്പോൾ പിന്നെ കിട്ടുന്ന മോട്ടിവേഷൻ, ഡയറക്ടേഴ്സ് 4 പേരും, പിന്നെ ഇവിടെ സെൻട്രൽ കോർഡിനേറ്റർ, ക്ലാസ് ടീച്ചർ, പിന്നെ മെൻറ്ററായിരുന്നു വിനിൽ സാറ്, പിന്നെ ഇതിൻ്റെ ഇൻചാർജ് ബിനോയ് സാറ്, അങ്ങനെ എല്ലാവരും ടീം വർക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര ടീം വർക്കാണ്. അപ്പം ഞാൻ ബ്രില്യൻറ്റിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്നതുകൊണ്ട് എനിക്കറിയാം വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻസൈഡ്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും IIT ഡിപ്പാർട്ട്മെൻറ്റിന് ഒരു കൺഗ്രാജുലേഷൻ ഉണ്ട്. അവരുടെ ഒരു ടീം വർക്കിൻ്റെ എഫർട്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അമ്മയ്ക്ക് എന്താണ് പറയാനുള്ളത്? ഇല്ല, ആദ്യമേ ദൈവത്തിന് നന്ദിയും പിന്നെ ബ്രില്യൻറ്റിന് ഒത്തിരി താങ്ക്സ്. കാരണം ബ്രില്യൻറ്റിൻ്റെ കൂടെ നിന്നുകൊണ്ടാണ് നമുക്കിങ്ങനൊരു വിജയം കിട്ടിയത്. ബ്രില്യൻറ്റിലാണ് ഈ കേരളത്തിലെ മൊത്തം ഏറ്റവും മിടുക്കന്മാരെല്ലാം ബ്രില്യൻറ്റ് വരും. പിന്നെ നമുക്ക് അവിടുത്തെ ഒരു പൊസിഷൻ അറിയുമ്പോൾ തന്നെ നമുക്കറിയാം നമ്മുടെ റാങ്കൊക്കെ എങ്ങനെ വരും. ഏറ്റവും മിടുക്കർ വരുന്നതുകൊണ്ട് നമുക്ക് നല്ലൊരു കോമ്പറ്റീഷൻ അവിടെ തന്നെ കിട്ടും. ഒരു ഹെൽത്തി ആയിട്ടൊരു കോമ്പറ്റീഷൻ ഉണ്ട്. ആഷിഖ് അതുപോലെ തന്നെ ചെറുപ്പം മുതലേ ഇതുപോലെ നല്ല സ്റ്റുഡിയസ് ആയിരുന്നല്ലേ? പഠിക്കാൻ പറ്റിയ ശരിക്കും പറഞ്ഞാൽ അവിടുത്തെ ഫൗണ്ടേഷൻ ആയിരുന്നു, ഉണ്ടായിരുന്നതുകൊണ്ടാണ്. ശരിക്കും അവിടെ ചെന്നപ്പോൾ തൊട്ടാണ് അവരുടെ സ്കൂളിലെ ടോപ്പർ ആയിരുന്നു. പക്ഷേ അവിടെ ചെന്നപ്പോഴാണ് അവൻ പറഞ്ഞ അമ്മ ഇതിലും മിടുക്കലായിട്ടുള്ള ഒത്തിരി പേര് ഇവിടെ വരുന്നുണ്ട്, ബ്രില്യൻറ്റിൽ ഒത്തിരി മിടുക്കന്മാരുണ്ട് അമ്മ, ഒന്നും അല്ലെന്നൊക്കെ എനിക്ക് മനസ്സിലായത് അവിടെ ചെന്നപ്പോഴാണ്. അപ്പൊ അതനുസരിച്ച് അവനും ഇച്ചിരി ഡെവലപ്പ് ചെയ്യാൻ പറ്റി. അതെ, അതിനനുസരിച്ച് ആ ഒരു മാറ്റം വരുത്താൻ പറ്റി. അപ്പൊ ചെറുപ്പത്തിലെ തൊട്ടൊരു മാറ്റം വരുത്താൻ പറ്റി. അമ്മ എല്ലാവരും നന്നായിട്ട് പഠിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ഹെൽത്തി കോമ്പറ്റീഷനിലൂടെ നയിച്ചതുകൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെ ഒരു വിജയം നേടിയത്. ഓക്കെ, അതുപോലെ തന്നെ ആഷിഖിന്റെ അനിയൻ പേരെന്ന് പറയുക? അഖിൽ. അഖിൽ ഇപ്പം എന്ത് ചെയ്യുന്നു? ഞാൻ +1 അല്ലേ? ബ്രില്യൻറ്റിൽ അഡ്മിഷൻ എടുത്തു. ഓക്കെ. അപ്പം എന്ത് തോന്നുന്നു ചേട്ടന് ഇത്ര നല്ലൊരു റാങ്ക് ഒക്കെ മേടിച്ചപ്പോൾ? ഓൾ ഇന്ത്യ റാങ്ക് ഇതിന് 195 എന്ന് പറഞ്ഞാൽ എത്രത്തോളം പ്രാധാന്യമേറിയതാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാലോ. അപ്പോൾ മോൻ എന്ത് തോന്നി? അപ്പോൾ അവൻ്റെ ഹാർഡ് വർക്കിൻ്റെ റിസൾട്ടാണ്. അപ്പോൾ അവൻ്റെ
ഹാർഡ് വർക്ക് റിസൾട്ട് കിട്ടിയതിൽ സന്തോഷം. സന്തോഷം. ഇനി മോൻ്റെ പരിപാടി എന്താണ്? എനിക്ക് അവൻ അച്ചീവ് പോലെ ഏതെങ്കിലും നല്ല IIT തന്നെയാണ് സ്വപ്നം അല്ലേ? ഓക്കെ. അപ്പം ചേട്ടൻ്റെ ആ ഒരു യാത്രയിൽ തന്നെ വന്ന ആ ഒരു ഹാർഡ് വർക്കും ആ ഒരു ജേർണി എന്താന്ന് നേരിട്ട് കണ്ടറിഞ്ഞ ഒരാൾ തന്നെയാണ്. അപ്പം അതിൻ്റെ പിൻഗാമിയാകാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല അല്ലേ? നേരെ നന്നായിട്ട് പഠിച്ച് IIT എന്നുള്ള സ്വപ്നം ഇതുപോലെ ചേട്ടൻ കരസ്ഥമാക്കിയതുപോലെ കരസ്ഥമാക്കുക കേട്ടോ. ഓക്കെ. ഇവിടെ കൊണ്ട് തീരുന്നില്ല, ഇനിയും അങ്ങോട്ട് ഹാർഡ് വർക്ക് ചെയ്ത് പഠിക്കേണ്ട ഒരു നിമിഷം തന്നെയാണ്. അപ്പം അതുപോലെ തന്നെ സാറിനും ആൻറ്റിക്കും അതുപോലെ തന്നെ എല്ലാവർക്കും തന്നെ ഒരു വലിയ കൺഗ്രാജ്. ഇപ്പം എല്ലാവരുടെയും ഒരു ടീം വർക്കോട് കൂടെ തന്നെയാണ്. പ്രാർത്ഥിക്കാൻ പാരൻസ് ഉണ്ടായിരുന്നു, കൂടെ ഹെൽപ്പ് ചെയ്യാൻ ബ്രില്യൻറ്റ് ഫാമിലി ഉണ്ടായിരുന്നു, ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു, പ്രൊഫസേഴ്സ് ഉണ്ടായിരുന്നു അല്ലേ? ഓക്കെ. അപ്പം അങ്ങനെ ഒരു ഉന്നത വിജയം നേടിയ ആഷിഖ് സ്റ്റെന്നിക്കും അതുപോലെ തന്നെ സ്റ്റെന്നി സാറ് മാഡത്തിനും എല്ലാവർക്കും ഒരു കൺഗ്രാജുലേഷൻസ് നേരുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും വരാം. താങ്ക് യു. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക, ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും മാക്സിമം ഷെയർ ചെയ്യുക.